ലോകത്തിന്റെ സമാധാനം നശിപ്പിക്കുന്ന രണ്ട് സാത്താന്റെ സന്തതികൾ കഴിഞ്ഞ കുറേ വർഷങ്ങളായി പലസ്തീനിലെ പിഞ്ചു മക്കളുടെ ചോര ഊറ്റിക്കുടിക്കുന്ന ട്രാക്കുളാണ് ഈ നെതന്യാഹു എന്ന് പറയുന്ന ഈ പരനാറി. ഇവനും ട്രംപ് എന്ന് പറയുന്ന സാത്താന്റെ സന്തതിയും ചേർന്നുകൊണ്ട് ഈ പരിശുദ്ധമാക്കപ്പെട്ട റമദാനിൽ അറബ് രാജ്യങ്ങൾ കേന്ദ്രീകരിച്ചുകൊണ്ട് അല്ലെങ്കിൽ അറബ് രാജ്യങ്ങളുടെ സ്വസ്ഥതയും സമാധാനവും നശിപ്പിക്കുന്നതിന് വേണ്ടി ഇപ്പോൾ ഇറാൻ എന്ന് പറയുന്ന ഈ ജൂതരാഷ്ട്രത്തെ കൊണ്ടിപ്പം ഇറാനെ ആക്രമിച്ചിരിക്കുകയാണ്. സത്യത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ അറബിമാരെല്ലാം പൊട്ടന്മാരായിട്ടുള്ള വെറും ഷണ്ടന്മാരാണ്. കാരണം ഇവൻ്റെയൊക്കെ രാജ്യത്ത് നിന്നുകൊണ്ട് അടിക്കാൻ ഈ ബേസ് കൊടുത്തിട്ടുള്ള ഇപ്പം കുവൈറ്റ് ആണെങ്കിലും ദുബൈ ആണെങ്കിലും ബഹ്റൈൻ ആണെങ്കിലും ഇങ്ങനെയുള്ള രാജ്യങ്ങൾ സത്യത്തിൽ ഇവന്മാരൊക്കെ മന്ദബുദ്ധികളാണ്. ഇറാനെ ആക്രമിച്ചു കഴിഞ്ഞാൽ ഇറാൻ തിരിച്ച് ഇവരുടെ ബേസിലേക്ക് അടിക്കുമെന്നുള്ളൊരു മുന്നറിയിപ്പ് നേരത്തെ തന്നെ കൊടുത്തിട്ടുണ്ട്. ഉച്ചകൾക്കിടയിലുള്ള ആക്രമണം ചതി അമേരിക്കയുടെ തനിനിറം വെളിപ്പെട്ടു. ഇവന്മാരെല്ലാം ഈ സാത്താന്മാർക്ക് ഉണ്ടായിട്ടുള്ള സന്തതികളാണല്ലോ. ഈ ജൂതനാറികൾ കാണിച്ചിട്ടുള്ള തെമ്മാടിത്തരങ്ങൾ ഇച്ചിരി ഉമ്മണിയൊന്നും അല്ല ഈ ലോകത്തോട് കാണിച്ചിരിക്കുന്നത്. ഈ രാജ്യത്തിൻ്റെ സമാധാനം നശിപ്പിക്കുന്ന ഇതുപോലുള്ള ട്രാക്കുളകളെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു ഭരണകൂടം ഇപ്പം നമ്മുടെ രാജ്യത്തുമുണ്ട്. കാരണം കഴിഞ്ഞ ദിവസം നമ്മുടെ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി പോയിട്ട് അവനെ വാരിപ്പുണരുന്നതൊക്കെ നമ്മൾ കണ്ടായിരുന്നല്ലോ. എൻ്റെ മോനിപ്പം അബുദാബിയിലാണുള്ളത്. ഞാൻ കുറച്ച് മുമ്പ് ഞാൻ അവനെ വിളിച്ചപ്പം ഏതാണ്ട് ഒരു 3 കിലോമീറ്റർ അപ്പുറമായിട്ട് വലിയ രീതിയിലുള്ള ഒരു സ്ഫോടനം നടന്നതായിട്ട് അവനിപ്പോൾ വിളിച്ചു പറഞ്ഞു. സത്യത്തിൽ നമ്മുടെ മനസ്സൊക്കെ വല്ലാതെ വിഷമിച്ചിരിക്കുകയാണ്. ഈ പരിശുദ്ധ റമദാനിൽ ഓരോ വിശ്വാസികൾ അവൻ്റെ പ്രാർത്ഥനയിൽ മുഴങ്ങി നിൽക്കുന്ന ഈ ഒരു സമയം തന്നെ തെരഞ്ഞെടുത്തുകൊണ്ടാണ് ഈ സാത്താന്മാർ കാലം ഇത്രയും ഈ ഇസ്ലാമിക രാജ്യങ്ങൾക്ക് നേരെ യുദ്ധം പ്രഖ്യാപിച്ചിട്ടുള്ളത്. ഇപ്പം അമേരിക്കയ്ക്ക് ബേസ് നൽകിയിട്ടുള്ള എല്ലാ അറബ് രാജ്യങ്ങളുടെയും കേന്ദ്രങ്ങളിലേക്ക് ഇറാൻ ആക്രമിക്കുമെന്നുള്ളത് ഇവന്മാർക്ക് നന്നായിട്ട് അറിയാം. എതിരെ ഈ അറബ് രാജ്യങ്ങൾ ശത്രുക്കളായി മാറുമെന്നുള്ളതും ഇവന് നന്നായിട്ട് അറിയാം. ഇതിലൂടെ ഇവൻ കാണുന്നത് ഈ അറബ് രാജ്യങ്ങൾ മുഴുവൻ സമാധാനം നശിപ്പിച്ചുകൊണ്ട് തമ്മി തല്ലിക്കുക എന്നുള്ള ഒരൊറ്റ ചിന്താഗതിയാണ്. പക്ഷെ ഇത് മനസ്സിലാക്കാനായിട്ടുള്ള മൂള ഈ അറബികളെന്ന് പറയുന്ന ഈ വൃത്തികെട്ടവന്മാർക്ക് ഇല്ലാത്തത് കൊണ്ടാണ് ഇപ്പം ഇങ്ങനൊരു അവസ്ഥ ഈ രാജ്യങ്ങളിൽ ഉണ്ടാകേണ്ടി വന്നത്. ഇപ്പം ദുബൈയിലും അബുദാബിയിൽ റോക്കറ്റ് വിക്ഷേപിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ബഹ്റൈനിൽ അമേരിക്കൻ്റെ ബേസിലേക്ക് റോക്കറ്റ് വിക്ഷേപിച്ചിട്ടുള്ള വാർത്തകൾ വരുന്നുണ്ട്. അവിടെ നിന്നും വരുന്ന ചില വാർത്തകൾ നമുക്കൊന്ന് കേൾക്കാം. ഇല്ല ഒന്നുമില്ല. ഇല്ല അത് കണ്ട് നമുക്ക് ഇവിടെ നിന്ന് കാണാൻ പറ്റും. ഞങ്ങൾ കണ്ടോണ്ട് നിന്നതാ. വീട്ടില് മിക്കു ട്യൂഷനില്ല. ഇപ്പോൾ വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത, ഇസ്രായേലിനെ ലക്ഷ്യമിട്ട് ഇറാന്റെ മിസൈലുകൾ ഇപ്പോൾ വർഷിച്ചിരിക്കുന്നു. അവിടെ ഇസ്രായേലിന്റെ വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾക്ക് അതിനെ തടുക്കാനാകുമോ എന്നുള്ളതാണ് ഉറ്റുനോക്കുന്നത്. ലോകം എന്തായാലും പശ്ചിമേഷ്യ വലിയ സംഘർഷത്തിലേക്ക് പോവുകയാണ്. യുദ്ധസമാനമായ സാഹചര്യം പശ്ചിമേഷ്യയിൽ നിലനിൽക്കുകയാണ്. അതിനിടയിലാണ് ഇപ്പോൾ ഇറാന്റെ തിരിച്ചടി തുടങ്ങിയിരിക്കുന്നത്. ബി കെ സുഹൈൽ ന്യൂസ് ഡെസ്കിൽ നിന്ന് ചേരുന്നു. സുഹൈൽ, ഇറാന്റെ ഉടനടിയുള്ള തിരിച്ചടി, ഇസ്രായേലിന്റെ വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ, അയൺ ഡോം ഉൾപ്പെടെയുള്ള പ്രതിരോധ സംവിധാനങ്ങൾ, ആ സംവിധാനങ്ങൾക്ക് ഈ തിരിച്ചടിയെ ബാലിസ്റ്റിക് മിസൈൽ വർഷിക്കുമ്പോൾ അതിനെ തടുക്കാനുള്ള ശേഷി ഉണ്ടാകുമോ എന്നുള്ളതും ലോകം ഉറ്റുനോക്കുകയാണ്. അപ്പോൾ ഇത്ര അതിവേഗം തിരിച്ചടിക്കാനുള്ള ഒരു സാഹചര്യം ഇറാൻ മുന്നൊരുക്കങ്ങൾ നേരത്തെ തന്നെ നടത്തിയിരുന്നു എന്ന് നമ്മൾ അതിൽ നിന്ന് വായിച്ചെടുക്കണം. മഹേഷ്, തീർച്ചയായും ഈ മണിക്കൂറിലെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത എന്ന് പറയുന്നത് ഇസ്രായേലിനെ ഇറാൻ തിരിച്ചടിച്ചിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ്. വടക്കൻ ഇസ്രായേലിലെ വിവിധയിടങ്ങളിൽ ഇപ്പോൾ ബാലിസ്റ്റിക് മിസൈലുകൾ പതിച്ചു എന്നുള്ള തരത്തിലുള്ള വാർത്തകൾ വരുന്നു. അവിടെ ആ മേഖലയാകെ ഇപ്പോൾ സൈറൺ മുഴങ്ങുകയാണ്. എല്ലാ ആളുകളും, ഇസ്രായേലുകളെല്ലാം ബങ്കറുകളിലേക്ക് പോകണമെന്ന നിർദ്ദേശം നൽകി കഴിഞ്ഞു. സ്വാഭാവികമായും നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ആദ്യം അടിക്കുക ഇസ്രായേലായിരിക്കും എന്ന് നേരത്തെ തന്നെ അറിയാമായിരുന്നു. ഇറാനെ സംബന്ധിച്ചിടത്തോളം അവർ അവരുടെ എല്ലാ പ്രതിരോധ സംവിധാനങ്ങളെയും ഒരുക്കി നിർത്തിയിരുന്നു. അതുകൊണ്ട് തന്നെ അവർ പ്രത്യാക്രമണം ആരംഭിച്ചിരിക്കുകയാണ്. 2025 കൂടുതൽ ശക്തമായ സംവിധാനങ്ങൾ ഇപ്പോൾ ഇറാന്റെ കയ്യിലുണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. കഴിഞ്ഞ വർഷങ്ങളിൽ ഇറാന്റെ മിസൈലുകൾ ഇസ്രായേലിൽ പതിച്ചപ്പോൾ എന്താണ് സംഭവിച്ചത് നമ്മൾ കണ്ടതാണ്. 30-ലധികം പേർ ഔദ്യോഗികമായി തന്നെ കൊല്ലപ്പെട്ടു എന്ന് ഇസ്രായേൽ സമ്മതിക്കുന്ന സാഹചര്യമുണ്ടായി. അതേപോലെ തന്നെ അവരുടെ ഏറ്റവും വലിയ സാങ്കേതിക സംവിധാനങ്ങളും അതേപോലെ തന്നെ സാമ്പത്തിക മേഖലകളിലും വലിയ തകർച്ചകളുണ്ടായി. നിരവധി കെട്ടിടങ്ങൾ തകരുന്ന സാഹചര്യമുണ്ടായി. ആ തരത്തിലുള്ള വലിയ ആക്രമണത്തിലേക്ക് ഇപ്പോൾ ഇറാൻ ഒരുങ്ങുകയാണ്. ഇസ്രായേലും വെറുതെ ഇരിക്കില്ല എന്ന് നമുക്കറിയാം. അവർ ഈ സംവിധാനങ്ങളെല്ലാം തകർക്കാനുള്ള ശേഷി
അയൺഡോം മാത്രമല്ല അമേരിക്കയുടെ THAAD അടക്കമുള്ള സംവിധാനങ്ങൾ, പാട്രിയറ്റ് അടക്കമുള്ള വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ അതെല്ലാം നിരത്തി വെച്ചതിന് ശേഷമാണ് അവർ ആക്രമണം നടത്തിയിട്ടുള്ളത്. അപ്പോൾ അമേരിക്കയുടെയും ഇസ്രായേലിന്റെയും എല്ലാ വ്യോമ പ്രതിരോധ സംവിധാനങ്ങളെയും മറികടന്നുകൊണ്ട് മുന്നോട്ട് പോകാൻ ശേഷിയുള്ള മിസൈലുകൾ അത് ഇറാന്റെ കൈവശമുണ്ട്. ആ മിസൈലുകളെയാണ് യഥാർത്ഥത്തിൽ അമേരിക്കയും ഇസ്രായേലും ഭയപ്പെടുന്നത്. അമേരിക്ക ഇറാൻ ആണവ ചർച്ചയിൽ പ്രധാനമായും മുന്നോട്ട് വന്നിട്ടുള്ള രണ്ടാമത്തെ ഒരു പോയിന്റ് എന്ന് പറയുന്നത് ഈ ബാലിസ്റ്റിക് മിസൈലുകൾ പൂർണ്ണമായും ഇറാൻ നശിപ്പിക്കണമെന്നുള്ളതായിരുന്നു. അത് നശിപ്പിക്കാൻ തയ്യാറല്ല എന്ന നിലപാടിൽ ഇറാൻ നിൽക്കുകയും ചെയ്തു. അതുകൊണ്ട് തന്നെ ആ വ്യോമ പ്രതിരോധ സംവിധാനങ്ങളെപ്പോലും തകർക്കത്ത് മുന്നോട്ട് പോകാൻ ശേഷിയുള്ള വലിയ മിസൈൽ ശേഖരം, അത് 5000-ലധികം വരുന്ന ശേഖരം ഇറാന്റെ കൈവശമുണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അത് വെച്ച് ചെറിയൊരു ടെസ്റ്റ് ഡോസ് ഏതായിരുന്നാലും ഇപ്പോൾ ഇറാൻ ആരംഭിച്ചിരിക്കുകയാണ്. ചെറിയ ആയുധങ്ങളാണ് നേരത്തെയൊക്കെ ഇറാൻ ആദ്യമായി ഉപയോഗിച്ചു തുടങ്ങുക. വലിയ ആയുധ ശേഖരങ്ങളിലേക്ക് പിന്നീടാണ് കടക്കുക. പക്ഷേ അതിനു മുമ്പ് ഇറാന്റെ ഈ മിസൈൽ ശേഖരങ്ങളെ തകർക്കാൻ വേണ്ടിയുള്ള ഒരുക്കം അമേരിക്കയും ഇസ്രായേലും നടത്തുന്നുണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഈ യുദ്ധം തുടങ്ങുന്നതിന് മുമ്പ് ഡൊണാൾഡ് ട്രംപ് പെന്റഗണുമായി നിർണായകമായിട്ടുള്ള കൂടിക്കാഴ്ചകൾ കഴിഞ്ഞ ആഴ്ചകളിൽ നടത്തിയിരുന്നു. ആ കൂടിക്കാഴ്ചകളിൽ 3 ഗ്യാരണ്ടി വേണമെന്ന് ഡൊണാൾഡ് ട്രംപ് പെന്റഗണോട് നിർദ്ദേശിച്ചു. ഒന്നാമത്തെ ഗ്യാരണ്ടി എന്ന് പറയുന്നത് യുദ്ധം അനന്തമായി നീണ്ടുപോകരുത്. ആഴ്ചകൾക്കുള്ളിലോ ദിവസങ്ങൾക്കുള്ളിലോ ഈ യുദ്ധത്തെ അവസാനിപ്പിക്കുവാനുള്ള ശേഷി നമ്മുടെ സൈന്യത്തിനുണ്ട് എന്ന് US ജനറൽമാർ ഉറപ്പ് നൽകണം എന്ന് ഡൊണാൾഡ് ട്രംപ് നിർദ്ദേശിച്ചു. രണ്ടാമത്തെ കാര്യം, ഈ ആക്രമണത്തോടു കൂടി അവരുടെ ഈ ബാലിസ്റ്റിക് മിസൈൽ ശേഖരം തകർക്കാൻ സാധിക്കും, അവരുടെ മുഴുവൻ ആയുധ ശേഖരങ്ങളെയും തകർക്കാൻ സാധിക്കും എന്നുള്ള ഉറപ്പ് നൽകണം എന്നുള്ളതാണ് പറഞ്ഞത്. അതോടൊപ്പം തന്നെ ഈ സമയങ്ങളിൽ ബാലിസ്റ്റിക് മിസൈലുകൾ ഇസ്രായേലിന് നേരെ വരികയാണെങ്കിൽ അതിനെ പ്രതിരോധിക്കാനുള്ള ഒരുക്കവും അതിനുള്ള ശേഷിയും ഇസ്രായേലിനുണ്ട് എന്ന് ഇസ്രായേലും ഉറപ്പ് നൽകണം എന്ന് പറഞ്ഞു. മൂന്നാമത്തെ കാര്യം റെജീം ചേഞ്ച് ആണ്. ഭരണമാറ്റം ഉണ്ടാകുന്ന തരത്തിലേക്ക് CIA അവിടെ പ്രവർത്തിച്ചിട്ടുണ്ട് എന്നുള്ള ഉറപ്പ് CIAയും നൽകണം എന്ന് പറഞ്ഞു. ഈ 3 ഗ്യാരണ്ടിയും കിട്ടിയതിന് ശേഷം മാത്രമേ അറ്റാക്ക് തുടങ്ങൂ എന്നുള്ളതായിരുന്നു ട്രംപിന്റെ ഒരു നിലപാട് എന്നുള്ളതാണ് ഇപ്പോൾ അമേരിക്കൻ മാധ്യമങ്ങളെല്ലാം പറയുന്നത്. അങ്ങനെയാണ് എങ്കിൽ ഈ 3 ഉറപ്പുകളും കിട്ടിയിട്ടുണ്ട് എങ്കിൽ ഈ യുദ്ധം വളരെ പെട്ടെന്ന് തീരും എന്നുള്ളൊരു പ്രതീക്ഷയാണ് ട്രംപിനെ സംബന്ധിച്ചിടത്തോളം ഉള്ളത്. കാരണം ഒന്ന്, ഇസ്രായേലിന് നേരെയുള്ള അറ്റാക്ക് നടത്തുകയാണ്, ഇസ്രായേൽ അതിനെ പ്രതിരോധിക്കും. അതേപോലെ തന്നെ ഇറാന്റെ വലിയ ശേഷി എന്ന് പറയുന്നത് ഈ ബാലിസ്റ്റിക് മിസൈലുകളാണ്. ഈ മിസൈൽ ശേഖരങ്ങളെ തകർക്കാൻ വേണ്ടിയുള്ള ടാർഗറ്റ് അറ്റാക്കുകൾ അത് വന്നു എന്നുള്ള വിലയിരുത്തലുകൾ. മൂന്നാമത്തേത്, ഈ ഭരണമാറ്റത്തിന് പറ്റാവുന്ന തരത്തിൽ ഇറാൻ ജനത ആകെ മാറിക്കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ള ഒരു CIAയുടെ റിപ്പോർട്ടുകൾ. ഈ 3ഉം അടിസ്ഥാനമാക്കിയാണ് ഇപ്പോൾ ഈ ഒരു യുദ്ധത്തിലേക്ക് കാലെടുത്ത് വെച്ചിട്ടുള്ളത് ട്രംപ്. പക്ഷേ ഇറാൻ ഭരണകൂടം ഇപ്പോൾ പറയുന്ന പ്രസ്താവനകൾ വളരെ നിർണായകമാണ്. നിങ്ങളോട് പല തവണ ഞങ്ങൾ മുന്നറിയിപ്പ് നൽകി യുദ്ധം തുടങ്ങരുത് എന്ന്, പക്ഷേ നിങ്ങളത് തുടങ്ങിയിരിക്കുന്നു. ഇത് അന്ത്യം കുറിക്കുക എന്നുള്ളത് നിങ്ങൾ പ്ലാൻ ചെയ്തതുപോലെ ഒരിക്കലും ഇതിന് അന്ത്യമുണ്ടാവില്ല, ഇതിന് അന്ത്യം കുറിക്കുന്നത് ഞങ്ങളായിരിക്കും എന്ന് ഇപ്പോൾ ഇറാൻ പറയുകയാണ്. ഈ വാർത്തയൊക്കെ കാണുമ്പോൾ ശരിക്കും നമുക്ക് വളരെ വേദന ഉള്ള ഒരു കാര്യമാണ്. കാരണം വെച്ചാൽ നമ്മുടെ രാജ്യത്ത് നിന്ന് ഒരുപാട് ആളുകളാണ് ഈ GCC കൺട്രിയിലേക്ക് ജോലിക്ക് പോയിരിക്കുന്നത്. അതിൽ ഒരു വാർത്തയാണ് നമ്മളിപ്പോൾ കേട്ടത്. ഒരു സഹോദരിയുടെ ഒരു നിലവിളിയാണ് കേട്ടത്. കാരണം ഈ അബുദാബിയിൽ ഒരു റോക്കറ്റ് വീണു, അതിലൊരാൾ മരണപ്പെട്ടു എന്നുള്ളൊരു വാർത്ത വരുന്നുണ്ട്. അത് മരിച്ചത് ആരാണ് എന്നുള്ള ഒരു വ്യക്തതയും കിട്ടിയിട്ടുണ്ട്. പക്ഷേ പല ഗൾഫ് മേഖലകളിലേക്കും അമേരിക്കൻ്റെ ബേസിലേക്ക് ഇറാൻ ശക്തമായ രീതിയിൽ തന്നെ റോക്കറ്റ് വിക്ഷേപിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇസ്രായേലിനെ കൊണ്ട് ഇറാനെ ചൊറിഞ്ഞ് അതിലൂടെ ഈ ഗൾഫ് മേഖലയിലുള്ള കംപ്ലീറ്റ് സമാധാനവും നശിപ്പിക്കുക എന്നുള്ള ഒരൊറ്റ ലക്ഷ്യമാണ് ഈ 2 സാത്താൻ്റെ സന്തതികൾക്കുള്ളത്. പക്ഷേ ഇത് മനസ്സിലാക്കാനായിട്ടുള്ള ബോധവോ മൂളയോ ഈ പറയപ്പെടുന്ന അറബികൾക്കില്ല എന്നുള്ളതാണ് ഇപ്പം നമ്മളിപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ ഒരു വാർത്ത. കാരണം ഇവനൊക്കെ ബേസ് കൊടുത്തിട്ട് ഇറാനെ നശിപ്പിക്കാൻ വേണ്ടി ചെയ്യുമ്പോൾ അവൻ സ്വാഭാവികമായിട്ടും അവൻ്റെ സ്വയരക്ഷയ്ക്ക് വേണ്ടി അവനൊരു പക്ഷേ ചിലപ്പം അവൻ തിരിച്ചടിക്കും. കാരണം ഇറാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു, അമേരിക്കയ്ക്ക് ബേസ് കൊടുത്തിട്ടുള്ള അത് ഏത് രാജ്യമായാലും കൊള്ളാം, ആ രാജ്യത്തെ അമേരിക്കൻ ബേസുകൾ ഞങ്ങൾ ബോംബിട്ട് നശിപ്പിക്കും എന്നുള്ളത് ഒരു മുന്നറിയിപ്പ് ഓൾറെഡി നൽകിയിട്ടുണ്ട്. പക്ഷേ ഈ ഒരു സമാധാന ചർച്ച നടക്കുന്നതിൻ്റെ ഇടയിലാണ് ഇപ്പോൾ ഇറാനെതിരെ ഈ ഒരു പ്രകോപനം ഇസ്രായേൽ നടത്തിയിരിക്കുന്നത്. ഇസ്രായേൽ എന്ന് പറയുന്ന ഈ ജൂതരാഷ്ട്രം ഈ കാണിക്കുന്ന തെമ്മാടിത്തരത്തിന് മറ്റ് രാജ്യക്കാരും മറ്റ് അറബ് രാജ്യങ്ങളടക്കം ഇതിന് ഓശാന പാടിക്കൊടുക്കുന്ന രീതിയിലുള്ള പ്രവർത്തികളാണ് ഇപ്പം ഇവരിൽ നിന്നും വന്നിരിക്കുന്നത്. എന്തായാലും വളരെ വേദനാജനകമായിട്ടുള്ള ഒരു സംഭവം തന്നെയാണ്. കാരണം ഈ ഒരു യുദ്ധം ഇനി ഏത് ലെവലിലേക്ക് മാറുമെന്ന് പോലും നമുക്കൊരിക്കലും ചിന്തിക്കാനോ പ്രവചിക്കാനോ പറ്റാത്ത തരം നരാധമന്മാർ ലോക രാജ്യങ്ങൾക്ക് ഭീഷണിയാണ്. കാരണം ഇവന്മാർ മറ്റ് രാജ്യങ്ങളെ, പ്രത്യേകിച്ച് മുസ്ലിം രാജ്യങ്ങളെ നശിപ്പിക്കുക എന്നുള്ള ചിന്താഗതി തന്നെ ഇതിന് ചൂട്ടുപിടിച്ച് അല്ലെങ്കിൽ ഇതിന് കുട പിടിച്ചു കൊടുക്കുന്ന അറബികൾ എന്ന പൊട്ടന്മാർ ഇതൊന്നും കൊണ്ട് പഠിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല.